സെപ്റ്റംബർ 28-നാണ് കേട്ടോ വാവേൻ്റെ പിറന്നാൾ. അപ്പോൾ വാവേൻ്റെ പിറന്നാളിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് വെച്ച് നമ്മൾ രണ്ടാളും ഇങ്ങനെ ചർച്ച ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി. അപ്പോൾ നമ്മുടെ പഴയങ്ങാടിയുള്ള ഒരു ഇങ്ങനെ ഫ്രെയിംസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ ചെന്ന് നോക്കി. അവിടെ നോക്കിയിട്ട് ഇഷ്ടംപോലെ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയി നോക്കി ഒരുപാട് ഫോട്ടോസ് ഫ്രെയിംസൊക്കെ കാര്യമുണ്ടായിരുന്നു. പക്ഷേ സിമ്പിളായിട്ട് മതിയെന്ന് വിചാരിച്ചു. അതായത് വാക്ക് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളെ മാതിരി പഴയ ടൈപ്പൊന്നും പിള്ളേർക്ക് ഇഷ്ടമാവില്ല ഇപ്പോൾ. അപ്പോൾ കുറച്ചൊരു എസ്തെറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കുറച്ചായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനുള്ള ഒരു ഫ്രെയിം ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് കുറേ നേരം നോക്കി. ഫോട്ടോസൊക്കെ തപ്പിക്കും ഓക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഞാൻ പിന്നെ കാണിച്ചു തരാം. എങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ ഫ്രെയിം ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ കുറേ നോക്കി ലാസ്റ്റ് ഗോൾഡൻ കളർ വരുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിമിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. അപ്പം ഗിഫ്റ്റ് എന്നാ വേണ്ടത് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഇതുപോലൊരു ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ റൂമൊക്കെ ഒരുക്കി വെക്കാനൊക്കെ ഒരു ഇഷ്ടമില്ല ടൈം. അപ്പോൾ അവളുടെ റൂമിൽ അവളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു ടെൻഡൻസിയൊക്കെ ഇപ്പം കൂടി വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ആ ഓരോ ഏജിൽ ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ കൊടുക്കാൻ അവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഫ്രെയിംസൊക്കെ റെഡി ആയിരുന്നു. ഈ ഒരു ഫോട്ടോ വന്നിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഓക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് അവളുടെ മീമും അതുപോലെ ലിസയും. അപ്പോൾ അവരുടെ കൂടെ ഒരു ഫോട്ടോ ഗിഫ്റ്റായി കൊടുത്താൽ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അത് കൊടുത്തു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്തൊക്കെയോ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അതുപോലെ കുറച്ച് ആർട്ടിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അധികം പാവക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ചെറുതിലേ ഉള്ളതാണ്. ഏട്ടൻ്റെ വക ഏട്ടനും എന്തും കൊടുക്കും, ഞാനും കൊടുക്കും. അപ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമല്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. അത്രയും ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.